വാൽപ്പാറ ദുരന്തത്തിന് ശേഷം വീണ്ടും ടെലിപ്പതി എന്ന് പറഞ്ഞ വിഷയം പൊങ്ങി വന്നിട്ടുണ്ട്. വാൽപ്പാറയിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിനകത്ത് ഏതാണ്ട് 13 പേരുണ്ടായിരുന്നു. 10 പേരോളം മരിച്ചിട്ടു. അതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നൊരു സംഘമാണ് പോയത്. അപ്പോൾ അത് കൃത്യമായി നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞ് RV മായ 007 എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലുള്ള ഒരു ലേഡി ക്ലെയിം ചെയ്തതിനെ തുടർന്നാണ് വീണ്ടും ടെലിപ്പതി എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചിട്ടുള്ള വിഷയം ചർച്ചയാവുന്നത്. എന്താണ് ടെലിപ്പതി എന്നുള്ളത് വളരെ കാലമായിട്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യവും കൂടി. എന്താണ് ടെലിപ്പതി എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് ഈ RV മായ 007 എന്ന് പറഞ്ഞ പ്രൊഫൈൽ അതിനുശേഷം ക്ലെയിം ചെയ്തപ്പോൾ ഈ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരുന്നു, അത് ടെലിപ്പതിയിലൂടെയാണ് പ്രവചിച്ചത് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്താണ്, ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ശരിക്കും അവർ പ്രവചിച്ചിരുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആയിരുന്നോ, അവർ പ്രവചിച്ചിരുന്നോ, കൃത്യമായി പ്രവചിച്ചിരുന്നോ? രണ്ടാമത്തെ കാര്യം, ടെലിപ്പതി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടോ, അതിനെന്തൊക്കെ തെളിവുകളാണുള്ളത്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ, ഈ പറയുന്ന വ്യക്തി ആര് എന്നുള്ളത് നമ്മൾ അറിയുന്നത് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണല്ലോ. ഇവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗോസ്റ്റ് ഹണ്ടർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ RV മായ എന്നാണ് കിടക്കുന്നത്. അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയാൽ RV മായ 007 RV മായ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 63.3K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 7000-ഓളം 63,000-ഓളം ഫോളോവേഴ്സ് അവർക്കുണ്ട് ഞാൻ ഈ നോക്കുന്ന സമയത്ത്. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് സൂപ്പർ നാച്ചുറൽ എന്ന്. അതായത് നാച്ചുറലായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളെല്ലാം, അതിശയം തോന്നിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞത്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള പേരിന് ഒരു പ്രശ്നം പലരും പറഞ്ഞു. കാര്യം പ്രകൃതിയിൽ സംഭവിക്കുന്നതെല്ലാം നാച്ചുറലാണ്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്കുള്ളൊരു സാധനമില്ല. പ്രകൃതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നാച്ചുറലാണ്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള പേര് ശരിയാവില്ല. നോർമലായിട്ട് നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ പാരാനോർമൽ എന്നുള്ളൊരു പുതിയ പേര് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ്. ഇവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയാലും കുറേ ആളൊഴിഞ്ഞ പറമ്പുകളിലും പഴയ കെട്ടിടങ്ങളിലുമൊക്കെ പോയിട്ട് അവിടെ പ്രേതമുണ്ട്, അവിടെ ഒരു സംഭവം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഇവർ. ആരാണ്, എന്താണ് അവരുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ചിലപ്പോൾ ടാഗൊക്കെ ഇട്ടുകൊണ്ട് ചില പരിപാടികളൊക്കെ നടത്തുന്നതാണ്. ഗവൺമെൻറ് ഒഫീഷ്യലാണോ എന്നെനിക്ക് സംശയമുണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ആക്ച്വൽ പ്രവചനം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, ടെലിപ്പതി എന്ന് പറഞ്ഞൊരു വളയമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നതായി കാണുന്നു. പോകുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കുക. ഇറ്റ്സ് ടെലിപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു തൊഴുവക്കവും പിന്നെ 2 ഇതുമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? ഇതാണ് അവരുടെ പ്രഡിക്ഷൻ. ഇതാണ് വളരെ കൃത്യമായി എന്ന് പറയുന്നത്. ഈ പ്രഡിക്ഷൻ കറക്റ്റാണോ? 16 പേരോളം ആണോ മരിച്ചത്? അല്ല. മരിച്ചത് എത്ര പേരാണ്? മൊത്തം മരിച്ചത് 10 പേരാണ്. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് 16 പേരും 3 കുട്ടികൾ. 3 കുട്ടികളടക്കം, അതായത് 16ൽ 3 പേര് കുട്ടികളാണ് എന്നുള്ളതാണ് അവർ അവകാശപ്പെട്ടത്. ഇതിനെങ്ങനെയാണ് കൃത്യമാകുന്നത്? ഇത് കൃത്യമായിട്ടുള്ള പ്രവചനമാണോ? ഇതിനെ നമ്മൾ പറഞ്ഞ് കൃത്യമാക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രവചനവുമായിട്ട് ആ പറയുന്നതിന് യാതൊരു ബന്ധമില്ല. കൊക്കയിൽ നിന്ന് താഴേക്ക് മാത്രമേ ബസ് പോളൂ. ഈ അവധിക്കാലത്താകുമ്പോൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ നടന്നിട്ടുള്ള അപകടങ്ങൾ, തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ നടന്നിട്ടുള്ള അപകടങ്ങൾ, KSRTCയിലുള്ള എല്ലാ അവധിക്കാലത്തും വേനൽക്കാലത്തുമൊക്കെ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ കൊക്കയിൽ നിന്ന് താഴെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. പക്ഷേ നടക്കാൻ സാധ്യതയുള്ള, പ്രോബബിലിറ്റി ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ വളരെ വേഗമായിട്ടുള്ള ഒരു സാധനത്തിനെ കൃത്യമായ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ശരിയായിട്ടൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ അറിവുമായ അതിനകത്ത് ടെലിപ്പതി വരാൻ പോകുന്ന ഒരു കാര്യം ടെലിപ്പതിയായി കണ്ടു, അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എഫക്റ്റ് കുറയുമോ? ടെലിപ്പതി കൊണ്ട് നിങ്ങൾ കണ്ട ഒരു കാര്യം, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് മുൻകൂർ നിങ്ങൾ കാണുന്നു. അതിനെ ടെലിപ്പതി എന്നാണ് അവർ വിളിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ നേരത്തെ കണ്ടു എന്നുള്ളത് കൊണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ ആഘാതം കുറയുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്ത് എങ്ങനെ കുറയും? കാര്യം എന്തായാലും നടക്കാൻ സാധ്യതയുള്ള കാര്യം, വിധി എന്ന് പറയുന്ന കാര്യമാണ്, എന്തായാലും സംഭവിച്ചിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സംഗതിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തടയാൻ കഴിയുക?
സത്യമായേക്കാം, നടക്കാം, ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും അവധിക്കാലത്ത് അല്ലാതെയും യാത്ര ചെയ്യുന്നവർ, അതൊരു ജനറലായിട്ടുള്ളൊരു ഉപദേശമാണ്, അവധിക്കാലത്തും അല്ലാതെ യാത്ര ചെയ്യുന്നവരെല്ലാം വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അപകടം നടന്നിട്ട് നമ്മൾ നോക്കിയിട്ടുള്ള ഒരു പോസ്റ്റ്, ഈ അപകടം കൃത്യമായി മുൻകൂട്ടി കണ്ടു ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ടല്ല പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിൽ യാതൊരു കൃത്യതയില്ല. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും എന്ന് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയത് 70 മാർക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രവചനമായിട്ട് എടുക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ 16 പേര് മരിക്കും എന്ന് പറഞ്ഞാൽ ആപ്പാടെ വണ്ടിയിൽ പോയതേ 13 പേരേ ഉള്ളൂ, അതിനകത്ത് തന്നെ മരിച്ചത് 10 പേരാണ്. എന്നിട്ട് ഇവർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇവരതറിയുന്നില്ല ഇനി ഒരാളും കൂടെ മരിക്കുന്നുള്ളതിന്. അവർ 9 പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത്. 9 പേരും 2 കുട്ടികളും എന്നുള്ള രീതിയിലാണ്. ടോട്ടൽ 9 പേര്, 7 പേര് 2 കുട്ടികൾ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കാര്യം എന്താണ്, ഇനി ഒരാളും കൂടെ മരിക്കാനുണ്ട്, പുള്ളി ആശുപത്രിയിൽ കിടക്കുകയാണെന്നുള്ളത് അവർക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും 10 പേരായിട്ട് മരിച്ചത്. ഇന്നും എങ്ങാണ്ട് ഒരു പുതിയ പ്രവചനം അവർ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 7K ഫോളോവേഴ്സ് ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ, അന്ന് അവർക്ക് വെറും 7000 ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഈ ആർ വി മായ എന്ന് പറഞ്ഞാൽ. ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പോസ്റ്റ് കണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചേനെ. കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ, എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? തീരാനഷ്ടം, ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാണ് അവരിട്ടിരിക്കുന്നത്. ഇതിനകത്ത് മാക്സിമം ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാൻ കൂടുതൽ പറ്റിയേനെ, അല്ലെങ്കിൽ ഇനിയും അതിൻ്റെ തീവ്രത കുറഞ്ഞേനെ. എങ്ങനെയാണ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീവ്രത കുറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോസ്റ്റ് കാണുന്നവർ ഇനിയെങ്കിലും ടെലിപ്പതി പോസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ എന്നെ സഹായിക്കുക. അതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ ഫോളോവേഴ്സ് വരികയും എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി വാൽപ്പാറ അപകടത്തിനെ പറ്റി അവരതിന് ശേഷം ഇതാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബർമാർ സംസാരിച്ചത്. അത് ടെലിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ടു മൈൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് ബൈ ഡെഫിനിഷൻ. ടെലിപ്പതി അങ്ങനെയാണ്. ടെലിപ്പതി ഒരു സൂഡോ സയൻസ് ആണ്. അതിനകത്ത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇതുവരെ യാതൊരു ശാസ്ത്രീയമായ തെളിവുകളും ഇല്ലാത്ത ഒരു സംഗതിയാണ് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ. മനസ്സിൽ നിന്ന് വേറെ നമ്മൾ സംസാരിക്കുകയോ ആംഗ്യങ്ങൾ കാണിക്കുകയോ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ക്യൂകൾ കാണിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ദൂരെ ഇരിക്കുന്ന 2 പേര് തമ്മിൽ മാനസികമായി ബ്രെയിൻ ടു ബ്രെയിൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ടെലിപ്പതി എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത്. അതിന് ധാരാളം കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തി നോക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ പോലും സക്സസ് ഇല്ല. സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അതുകൊണ്ട് ശാസ്ത്രം തള്ളിക്കളഞ്ഞ ഒരു കപടശാസ്ത്രം അല്ലെങ്കിൽ സ്യൂഡോ സയൻസിൻ്റെ വിഭാഗത്തിൽ വരുന്ന സാധനമാണ് ഈ ടെലിപ്പതി. അല്ലാതെ ടെലിപ്പതി എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. ഇനി എല്ലാവരും തർക്കിക്കുന്ന ഇതാണ്, ഇത് ടെലിപ്പതി അല്ല, ഇത് പ്രീ കോഗ്നിഷനാണ്, അല്ലെങ്കിൽ ക്ലെയർവയൻസ് ആണ്, അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ആണ്, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ഇത് ടെലിപ്പതിയായിട്ട് ബന്ധമുണ്ടോ, ഇനി ക്ലെയർവയൻസോ അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് ആണോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഈ പ്രവചനമേ ശരിക്കും വർക്ക് ചെയ്തില്ല എന്നുള്ളത്. ഇനി അവർ അതിനുശേഷം ഇട്ടൊരു പോസ്റ്റാണ്, നടക്കാൻ പോകുന്ന ചില ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് പറയാനുള്ള പ്രീ കോഗ്നിഷൻ ടെലിപ്പതി. അതായത് ഒരു അഡ്ജക്റ്റീവും കൂടെ ചേർത്തിട്ടുണ്ട്, പ്രീ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. പ്രീ കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി അറിയുക. ചെറിയ കാര്യമല്ല. ആ കാണുന്ന കാര്യത്തിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ, അതെങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ കഴിയില്ല, പക്ഷേ തീവ്രത കുറയ്ക്കാൻ കഴിയുമോ? 16 പേർ, അതിൽ 3 കുട്ടികൾ എന്നത് കുറയ്ക്കാൻ പറ്റി. 8 പേരും 1 കുട്ടിയും. കണ്ടോ, ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് അവർക്ക് 9 പേർ എന്നുള്ള അറിവേ ഉള്ളൂ. ശരിക്കും 10 പേർ മരിച്ചു. അതായത് അപകടം നടന്നിട്ട് മരണസംഖ്യ പോലും കൃത്യമായി പ്രവചിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 9 പേരെന്നുള്ളതല്ല അവിടെ സംഭവിച്ചത്. മൊത്തം 10 പേര് മരിച്ചിട്ടുണ്ട്. 8 പേരും 1 കുട്ടിയും എന്നത് ആക്കിയത് ഒരു പക്ഷേ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ്. ഇനി അവർ ഇതിൻ്റെ എണ്ണം കുറച്ചതിനുള്ള ക്രെഡിറ്റും കൂടെ എടുക്കുകയാണ്. സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് വഴി അവർ ചെയ്തത് കാരണമാണ് എണ്ണം കുറയ്ക്കാൻ പറ്റിയത് എന്നുള്ളതും കൂടെ ഒരു വലിയ ക്ലെയിമും കൂടെ വയ്ക്കാം. ആവാം, എനിക്കറിയില്ല. ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക എൻ്റെ പോസ്റ്റുകൾ. അതായത് പ്രധാനമായിട്ടും ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവരുടെ പോസ്റ്റുകൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഷെയറും ഒക്കെ വേണമെന്നുള്ളതാണ്. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, അവർ ഇതിനു മുമ്പ് ചിക്കമംഗളൂരിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള പോസ്റ്റ് വളരെ വേദനയോടെ അവരിട്ടിട്ടുണ്ട്. ടെലിപ്പതി പ്രണാമം കുഞ്ഞെ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ന്യൂസ് വളരെ വൈകിയാണ് കാണുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഞാൻ ടി വി കാണുന്ന ആളല്ല. വാർത്തകൾ വളരെ വൈകിയാണ് അറിയുന്നത്. ടി വി എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ആണ്. ടെലിപ്പതി ഉള്ള ഒരാൾക്ക് ടെലിവിഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ ന്യൂസ് അറിഞ്ഞാലേ, കാര്യം ഇത് വാൽപ്പാറയിൽ നടക്കാൻ പോകുന്ന കാര്യം അതിനു മുമ്പേ അറിഞ്ഞു എന്ന് പറയുന്നവർ ഇത് ന്യൂസ് കാണാത്തതുകൊണ്ട് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ന്യൂസ് വളരെ വൈകിയാണ് കാണുന്നത്. ഇതുപോലെയുള്ള ന്യൂസ് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അതെന്നെ അറിയിക്കുക. ആണെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ടെലിപ്പതിയിലൂടെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അതായത്
കാര്യങ്ങൾ പ്രീ കോഗ്നിഷൻ ടെലിപ്പതിയിലൂടെ നേരത്തെ കണ്ടെത്താൻ പറ്റും എന്ന് അവകാശപ്പെടുന്നവർ ന്യൂസ് കണ്ടിട്ടാണ് അവർക്ക്, അല്ലെങ്കിൽ ന്യൂസ് കാണാൻ വൈകിയതുകൊണ്ടാണ് ശ്രീനന്ദയുടെ കാര്യം അറിയാൻ പറ്റാത്തത്. അറിയാമായിരുന്നെങ്കിൽ ടെലിപ്പതിയിലൂടെ അവരെവിടെ കിടക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുന്നുള്ളതാണ് അവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ത് ലോജിക്കാണുള്ളതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ കൃത്യമായാണോ പ്രവചിച്ചത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരം ഞാൻ പറയുന്നത് ദ സിമ്പിൾ ആൻസർ ഈസ് നോ. അവർ പറഞ്ഞിട്ടില്ല. അവർ കൃത്യമായി പ്രവചിച്ചെങ്കിലല്ലേ പിന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യത്തിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ശാസ്ത്രം പല കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. വളരെ കൃത്യമായ ആർട്ടിമിസ് ഏത് ട്രാക്ക് വഴി പോയി എന്ന്, എവിടെ ഏത് സ്ഥലത്ത് ലാൻഡ് ചെയ്യും, വളരെ കൃത്യമായിട്ടുള്ള പ്രവചനമാണ്. അതുകൊണ്ടാണ് ഫോർകാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ പ്രഡിക്ഷനാണ്. അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് മൂണിനെ ഒരു വട്ടമൊക്കെ അടിച്ച് ഫിഗർ ഓഫ് 8 ഒക്കെ അടിച്ച് തിരിച്ച് വരാൻ പറ്റിയത്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ടാർഗറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനുശേഷം ഒരു അനോളജി മനസ്സിലാവാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. വളരെ ഷാർപ്പായിട്ട് ആരോ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നു, സക്സസ് മെഷർ ചെയ്യുന്നു, കൃത്യം റിലയബിൾ ആയിട്ടുള്ള പ്രിഡിക്ഷൻസ് ആണ് നമുക്ക്. ഇതിനെയാണ് നമ്മൾ എ പ്രയോറി അനാലിസിസ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മൾ അമ്പ് കൊള്ളേൻ്റെ അടുത്ത് എയ്ത് കൊള്ളിക്കുന്നു. ഇനി ഇവിടെ ടെക്സസ് ഷാർപ്പ് ഷൂട്ടർ ഫാലസി എന്ന് പറഞ്ഞൊരു ഫാലസി ഉണ്ട്. അതാണ് ഇവർ ചെയ്യുന്നത്. എങ്ങനെയെന്നറിയോ? ആദ്യം ഇവർ അമ്പെയ്യും, അതിനുശേഷം അതിന് ചുറ്റും ആ ബുൾസൈ, ആ വട്ടം വരയ്ക്കുന്ന പരിപാടിയാണ് ഈ സൈക്കിക്സ്, അല്ലെങ്കിൽ പോസ്റ്റ് ഹോക്ക് റിട്രോ ഫിറ്റിംഗ് എന്ന് പറയും. ഇതിന് ശേഷം ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു സാധനത്തിനകത്തോട്ട് ഈ പറയുന്ന സാധനം തിരികെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരാരും കൃത്യമായി പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രവചനങ്ങൾ എന്ന് പറയുന്നത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ എന്തെല്ലാം സംഭവിക്കുന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. നമ്മളെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, പ്രത്യേകിച്ച് ബ്രോക്കൺ ക്ലോക്ക് ഇസ് റൈറ്റ് ട്വൈസ് എ ഡേ. ലിവൈസ് കരോൾ എന്ന് പറഞ്ഞ ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ കാരി പറഞ്ഞ ഒരു സംഗതിയാണിത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓടാതിരിക്കുകയാണെന്ന് ഇരിക്കുക, 2 സമയം അത് കൃത്യമായിട്ട് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, നമുക്ക് അനുഭവപ്പെടും. ശരിക്കും ആ സമയമാകുമ്പോൾ ആ ക്ലോക്ക് കറക്റ്റാണ്. 1 മിനിറ്റ് വൈകി ഓടുന്ന ഒരു ക്ലോക്കിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് ചത്തിരിക്കുന്ന ഒരു ക്ലോക്കാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളെ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു പ്രഡിക്ഷൻ ആണെന്ന് ആട്രിബ്യൂട്ട് ചെയ്യാം, എന്നല്ലാതെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ശരിക്കും എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നത് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ ഹൈൻസൈറ്റ് ബയസ് അല്ലെങ്കിൽ ഹൈൻസൈറ്റ് വിസ്ഡം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില പറയുന്നതായിട്ടില്ലേ, ഞാൻ അന്നേ പറഞ്ഞാണ് ഇത് സംഭവിക്കും. ഇത് നമ്മൾ ഒരുപാട് തവണ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അതായത് ഐ സെഡ് ദാറ്റ് വുഡ് ഹാപ്പൻ, ഒരു മെമ്മറിയുടെ ഒരു ഡിസ്റ്റോർഷനാണ്. ഐ സെഡ് ദാറ്റ് വുഡ് ഹാപ്പൻ, അത് ഞാൻ പറഞ്ഞാണ് അത് സംഭവിക്കുന്നത്. കുറച്ചുകൂടെ ഒരു കൂടിയ തലം എന്ന് പറഞ്ഞാൽ ഇന്നവിറ്റബിലിറ്റിയാണ്. അതായത് ഇറ്റ് ഹാഡ് ടു ഹാപ്പൻ, അത് സംഭവിച്ചേ പറ്റുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. മറ്റേത് ഐ നോ ദാറ്റ് വുഡ് ഹാപ്പൻ, എനിക്ക് അറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ ഒരു കാലം നോക്കിയിട്ട് നമ്മളിരുന്ന് പറയണം ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് സംഭവിക്കുന്നത്. ഇതാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നവരുടെ കാര്യത്തിനാണ് സംഭവിക്കുന്നത്. ഞാനൊരു സിമ്പിളായിട്ട് മനസ്സിലാവാനൊരു ഉദാഹരണം കൂടെ പറയാം. ഐ ഫീൽ ഐ ഷുഡ് സ്റ്റഡി ദീസ് ടോപ്പിക്സ്, ദീസ് മൈറ്റ് ബി ആസ്ഡ് ഇൻ എക്സാം. നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും എനിക്കൊരു തോന്നലുണ്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. പക്ഷേ നമ്മൾ ചിലപ്പോൾ പഠിച്ച് കാണില്ല. ഐ ന്യൂ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയും ഐ ന്യൂ ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ കം ഇൻ ദി എക്സാം, ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. എനിക്കറിയാമായിരുന്നു ആ ക്വസ്റ്റ്യൻ വരുന്നു, ഞാൻ പഠിക്കേണ്ടതായിരുന്നു. ഇതിനെയാണ് നമ്മളൊരു ഹൈൻസൈറ്റ് ബയസ് എന്ന് പറയുന്നത്. അതായത് പിന്നെ ഒരു സമയത്ത് ഇരുന്നിട്ട് നമ്മൾ അന്ന് നമുക്കറിയാമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും ഉണ്ടാവുക. ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. കാര്യം ടെലിപ്പതിക്ക് പറ്റിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുക? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഷുഡ് ബി ട്രിവിയൽ ടു ബീറ്റ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടീശ്വരനാകാൻ വലിയ പാടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? കസിനോയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ, ചൂതാട്ട കേന്ദ്രങ്ങളിൽ അത് അപ്പോൾ തന്നെ കൊളാപ്സ് ചെയ്യും, ഒരൊറ്റ ഒരെണ്ണം പോലും സർവൈവ് ചെയ്യില്ല. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? മിലിറ്ററി ഇൻ്റലിജൻസിലായിരിക്കും. വളരെ ഹെവി ആയിട്ട് ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകളെയൊക്കെ മിലിറ്ററി ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും ഉപയോഗിക്കും. അങ്ങനെ ടെലിപ്പതിക് കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിൽ. ഇതൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആർക്കും അത് ഇല്ല എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വി സീക്ക് പാറ്റേൺ. നമ്മളൊരു പാറ്റേൺ സീക്കിങ് സ്റ്റോറി ടെല്ലിങ് ആനിമൽസ് ആണെന്ന് നമ്മൾ പറയും. ഇതിന് നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം അപ്പഫീനിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു ബ്രെയിനിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഹാബിറ്റാണെന്ന് പറയാം. നമ്മൾ ഒരു ബന്ധമില്ലാതെ അൺറിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. വെറും റാൻഡംനെസ് അല്ലെങ്കിൽ നോയ്സിനകത്ത് നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്തണം എന്നുള്ളൊരു തോന്നലാണ്. പല കോയിൻസിഡൻസിനെയും നമ്മൾ അതിൻ്റെ കോസേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണമാണെന്നൊക്കെ വിചാരിക്കാനുള്ളത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മേഘത്തിലൊക്കെ മുഖങ്ങൾ കാണാം. അതിന് പറയുന്ന ഈ എപ്പോഫിനിയുടെ തന്നെ വേറൊരു സാധനമാണ് പേരിഡോളിയ എന്ന് പറയും. നമുക്ക് മുഖങ്ങൾ കാണാൻ പറ്റും. കോഫി മഗ്ഗിനകത്ത് ഒരു ചിരിക്കുന്ന മുഖം, ഒരു ഹാപ്പി ഫേസ് കാണാൻ പറ്റും.
പിന്നെ ഇമോജീസിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ പേരിടോളി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പാറ്റേൺ സീക്കിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ്. സി ഈ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കൺവിൻസ് ദാറ്റ് ദ സിഗ്നൽ ഇസ് ദ ഓൺലി ട്രൂത്ത്. അതായത് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ കൊടുത്താൽ അത് ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന കമൻറ്റുകൾ തന്നെ നോക്കിയാൽ നിങ്ങൾ ഇതൊക്കെ പറയുമായിരിക്കും, പക്ഷേ ടെലിപ്പതി എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമാണ്. നമ്മൾ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് ആണ് തരുന്നത്, കൃത്യമല്ല എന്നുള്ളത് ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് ആണ്, അതാണ് തരുന്നത്. പക്ഷേ അത് വളരെ ഈസി ആയിട്ട് തന്നെ ആളുകൾ ഇഗ്നോർ ചെയ്യുന്നുള്ളതാണ് അതിനകത്തുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യം. അവരതിനകത്ത് കുറേ കാര്യങ്ങൾ ചെറിപ്പിക്കെടുക്കും. നോട്ടീസസ് സപ്പോർട്ടിങ് എവിഡൻസ്, എന്നാലും കൊക്കയെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ നമ്പർ മറ്റവരുടെ വണ്ടി, അതൊരു കോയിൻസിഡൻസ് ആണ്. ആ നമ്പർ രണ്ടും എങ്ങനെയാണ് ഒരുപോലെ ആയത്, അത് മാത്രമായിരിക്കും. ബാക്കി അവരുടെ അകത്തുള്ള ഹിറ്റ് മാത്രം എടുക്കും, അവർ പറഞ്ഞതിലുള്ള തെറ്റുകളെല്ലാം അങ്ങ് ഒഴിവാക്കും. മറ്റൊരു കാര്യമാണ് കൺഫർമേഷൻ ബയസ്. നമുക്ക് നേരത്തെ കൂട്ടി ഒരു ബയസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ഇത് ഉണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറ്റില്ല എന്നുള്ളത്. അപ്പം മനസ്സ് പല കാര്യങ്ങളും ഇങ്ങനെ ഫോർജ് ചെയ്ത് പുതിയ മീനിങ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ചില ഡിസ്കംഫർട്ടുകൾ ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നും, ഓക്കെ ഇത് ശരിയാണല്ലോ, ഇത് നടന്നല്ലോ എന്ന് തോന്നും എന്നുള്ളതാണ്. ഇതിനകത്ത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ കൺട്രോൾ ഫ്രീക്സ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ വേണം എന്നുള്ള ആഗ്രഹം, അങ്ങനെ അതിയായ ആഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണം, ഇപ്പോഴങ്ങനെ നടന്നോളണമെന്നില്ല. അതുപോലെ എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം പല കാര്യങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ, ഒരു പട്ടിയെ കല്ലെടുത്തറിയണമെങ്കിൽ അതിനകത്തൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. കാര്യം അടുത്ത ഓടുന്ന പട്ടിയാണെന്നുണ്ടെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ എവിടെ വരും, നമുക്ക് വി ഷുഡ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാം, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹ ചിന്തയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കാരണം നമ്മളതങ്ങോട്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല എന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്രഡിക്ഷൻ കറക്റ്റ് അല്ല. ഈ പ്രഡിക്ഷൻ കറക്റ്റായിരുന്നു, വളരെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്ത ആണ് ഈ ലേഡി പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ്. വസ്തുതാപരമായി 16 പേര് മൊത്തം മരിക്കും, അതിനകത്ത് 3 കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞ പ്രഡിക്ഷനുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. അവിടെ ആകപ്പാടെ സംഭവിച്ചത് ഈ പറഞ്ഞ ഒരു കോയിൻസിഡൻസ് ആണ്, അവരുടെ നമ്പർ പ്ലേറ്റ്. അത് കാരണം 7000 ഫോളോവേഴ്സിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ തന്നെ 63,000 ഫോളോവേഴ്സിലേക്ക് മാറി എന്നല്ല, അവർക്കൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ടാക്കി എന്നല്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ ഈ പ്രഡിക്ഷനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും എന്താണ്, 10 പേരാണ് മരിച്ചത്. അതിൽ തന്നെ രണ്ടാമത്തെ പോസ്റ്റ് ഇടുന്ന സമയത്ത് അവർക്കറിയില്ല 10 പേര് മരിക്കുന്നു. അവരിട്ടത് 9 പേര് മരിച്ചതിൻ്റെ കാര്യം മാത്രമേ അവർക്ക് അറിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് അങ്ങനെ പ്രത്യേക കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല അവർ വിൽക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ്, പാരനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പ്രേതങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമുള്ള ഒരു ലേഡി എന്നുള്ള രീതിയിൽ 2 കാരണങ്ങളാവാം. ഒന്നുകിൽ അവരൊരു ഷാർലട്ടനാവാം, ഈ പ്രേതങ്ങൾ, ഭൂതങ്ങൾ, ഒഴിപ്പിക്കൽ, ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞത് അവരുടെ ഒരു സെല്ലിംഗ് പോയിൻ്റാക്കി കൊണ്ട് നടക്കുന്ന ഒരു ആവാം. അങ്ങനെ അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ സ്വയം വിചാരിക്കുന്നത് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അവർ വളരെ ഡെലൂഷണൽ ആയിട്ടുള്ള ഒരു ലേഡി ആവാനാണ് സാധ്യത. അപ്പോൾ ഇന്നും അവരെ ഏതോ ഒരു പ്രഡിക്ഷൻ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ചെയ്തത്. പലരും പറയുന്നത് ഇത് ടെലിപ്പതി അല്ല, ഇത് പ്രീ കോഗ്നിഷനാണ്. അതല്ല, പേരിലല്ല കാര്യം. അവർ പ്രത്യേകിച്ച് യാതൊന്നും പ്രെഡിക്റ്റ് ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.